ഹായ് കൂട്ടുകാരെ, നമ്മൾ എന്ന് പറയുന്നത് ഹൂ ഡിഡ് അലീനാസ് ഹോംവർക്ക് എന്ന് പറയുന്ന പാഠത്തിലെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ വർക്കാണ് പറയുന്നത്. ഈ പാഠഭാഗം ഇന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് പറഞ്ഞു തന്നിരുന്നത്. ഇന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വർക്കുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വർക്കുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ആ വർക്കുകൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം. ഇത്രയും വർക്കുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഹെൽപ്പ് അലീന ടു റൈറ്റ് ഡൗൺ ഹെർ തോട്ട്സ്. ഒക്കെ ടെക്സ്റ്റ് ബുക്ക് വർക്കാണ്. അലീനയുടെ തോട്ട് എഴുതാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹൈഡ് ആൻഡ് സീക്ക് ഗിവൺ ഇൻ ആക്ടിവിറ്റി 6. ആക്ടിവിറ്റി 6 ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വേർഡ്സ് കണ്ടെത്താനാണ്. റൈറ്റ് യുവർ സജഷൻസ് ടു കീപ് അലീനാസ് റൂം. 140 പേജിൽ അലീനയുടെ റൂം ക്ലീൻ ആക്കാൻ വേണ്ടിയുള്ള വർക്ക് സഹായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഡു ദി പ്രൊജക്റ്റ്, ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ദി ആക്ടിവിറ്റി മൈ വേർഡ്സിലെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഡു ദി പേജ് ഐക്കാൻ എന്ന് പറയുന്ന വർക്ക്, അതായത് 6 വർക്കുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സമയം കൂടുതൽ എടുക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ സ്പീഡിൽ പറയുകയാണ്. നമുക്ക് ഓരോ വർക്കും ഏതാണെന്ന് നോക്കാം. ആദ്യം ആക്ടിവിറ്റി 1 ആണ്. അത് നമുക്ക് വായിക്കാം. അലീന വാസ് റിയലി സാഡ് ഓൺ റീഡിങ് ദ എൽഫ്സ് ലെറ്റർ. എൽഫ്സിന്റെ ലെറ്റർ കണ്ടപ്പോൾ അലീന വളരെ ദുഃഖത്തിലായി. മെനി തോട്ട്സ് കെയിം ടു ഹെർ മൈൻഡ്. അവളുടെ ചിന്തയിൽ ഒരുപാട് ചിന്തകൾ വന്നു. ഹെൽപ്പ് അലീന റൈറ്റ് ഡൗൺ ഹെർ തോട്ട്സ്. ആ ചിന്തയിൽ വന്ന എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതാൻ വേണ്ടി അലീന സഹായിക്കാനാണ് പറഞ്ഞത്. നമുക്കിങ്ങനെ എഴുതാം. ഓ മൈ ഫ്രണ്ട് എൽഫ് എന്ന് പറഞ്ഞിട്ട് ഹൗ യു ലവ്ഡ് മീ. നീ എന്നെ എത്രത്തോളം സ്നേഹിച്ചു. ഐ ഓൾസോ ലവ് യു. ഞാൻ നിന്നെയും ഒരുപാട് സ്നേഹിച്ചു. ഐ ആം സോ സാഡ്. ഞാൻ വളരെ ദുഃഖിതയാണ്. വേർ ഹാവ് യു ഗോൺ. നീ എങ്ങോട്ടാണ് പോയത്. ഐ വാസ് ലേസി ഗേൾ. ഞാനൊരു ലേസി ഗേൾ ആയിരുന്നു. യു മേഡ് മീ എ ഗുഡ് ഗേൾ. നീ എന്നെ നല്ലൊരു കുട്ടിയാക്കി മാറ്റി. യു ടോട്ട് മീ ടു വർക്ക് ഹാർഡ്. നീ എന്നെ നന്നായി വർക്ക് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു. വാട്ട് ഹാപ്പൻ ടു ഡു ടു യു. നിനക്ക് എന്ത് സംഭവിച്ചു. വെൻ ഷാൾ ഐ മീറ്റ് യു അഗെയിൻ. നിന്നെ ഞാൻ എപ്പോഴാണ് ഇനി കാണുക. ഇങ്ങനെ കുറച്ച് തോട്ട്സുകളാണ് ഞാൻ എഴുതിയത്. കൂട്ടുകാർക്ക് ഇനിയും കൂടുതൽ എഴുതാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ വർക്ക്. ഇനി രണ്ടാമത്തെ വർക്കാണ് ആക്ടിവിറ്റി 2. ഇത് ഫൈൻഡ് ഔട്ട് ഹൂസ് വേർഡ്സ് ദീസ് ആർ. ഇത് ആര് പറഞ്ഞതാണ് എന്ന് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അലീന ഡു യുവർ ഹോംവർക്ക്. അലീന ഹോംവർക്ക് ചെയ്യുന്ന ആരാ പറഞ്ഞത്. അലീനാസ് ടീച്ചറാണ്. ഓ ഐ ആം കേഴ്സ്ഡ്. ആരാ പറഞ്ഞത്. ദ എൽഫാണ് പറഞ്ഞത്. ഇറ്റ്സ് ടു ബോറിംഗ്. അതാരാ പറഞ്ഞത്. അലീനയാണ് പറഞ്ഞത്. യു ക്യാൻ ഡു വണ്ടേഴ്സ്. ആരാ പറഞ്ഞത്. എൽഫാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് രണ്ടാമത്തെ വർക്ക് പൂർത്തിയാക്കാൻ കഴിയുക. ഈ വർക്ക് നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. നമുക്ക് വായിക്കാം. എക്സാമിൻ ദ വേർഡ്സ് ഗിവൺ ബിലോ. ദർ ആർ സം ഫെമിലിയർ വേർഡ്സ് ഹിഡൻ ഇൻ ദം. ഇവിടെ കുറച്ച് വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് പരിചയമുള്ള കുറച്ച് വേർഡുകൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് ദി ഹിഡൻ വേർഡ്സ്. ആ മറഞ്ഞു കിടക്കുന്ന വേർഡുകൾ കണ്ടെത്താനാണ്. 1 ഈസ് ഡൺ ഫോർ യു. ഇവിടെ ഹേറ്റഡ് എന്നുള്ളിടത്ത് ഹാറ്റ് എയ്റ്റ്, HAT ഹാറ്റ്, EAT ഏറ്റ്, ഇങ്ങനെ 2 വാക്കുകൾ, അർത്ഥമുള്ള 2 വാക്കുകളാണ്. ബാക്കിയുള്ളത് റിങ്കിൾഡിൽ ഇങ്ക്, ലെഡ്. ഇത് മാത്രമല്ല വേറെയും വേർഡ്സ് കിട്ടും. ഞാനിത് എഴുതി എന്ന് മാത്രം. അപ്പിയറിൽ ഇയർ, റെഡ്. വാട്ടെവറിൽ വാട്ട് എവർ. കിച്ചണിൽ കിറ്റ്, ഹെന്ന്. ഡൗണിൽ ഡു, ഓണ്. ടീച്ചറിൽ ടീ, ഹെർ. ഇതല്ലാത്ത വേർഡ് കണ്ടെത്തി നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ് എഴുതാം. ഞാനിത് എഴുതിയെന്നുള്ളൂ. കൂട്ടുകാരെ ഇത് എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അടുത്തത് ആക്ടിവിറ്റി 8 ആണ്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ. ടീച്ചർ ഇത് പറഞ്ഞിരുന്നു. കുട്ടി ആ അലീന നല്ല കുട്ടിയാകുന്നതിന് മുമ്പുള്ള അവളുടെ റൂമിന്റെ അവസ്ഥയാണിത്. ഇനി ദിസ് വാസ് അലീനാസ് റൂം ബിഫോർ ഷീ ചേഞ്ച്ഡ്. അവൾ ചേഞ്ച് ആകുന്നതിന് മുമ്പുള്ള ചിത്രമാണ് ഈ കാണുന്നത്. ഇറ്റ് വാസ് ഇൻ എ മെസ്. ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. റൈറ്റ് ഡൗൺ എ ഫ്യൂ സജഷൻസ് യു വുഡ് ഗീവ് ഹെർ ടു അറേഞ്ച് ഹെർ റൂം. അവളെ റൂം അറേഞ്ച് ചെയ്യാൻ കുറച്ച് സജഷൻസ് താഴെ നിന്ന് കൊടുക്കാൻ പറ്റുമോ. 1 ഈസ് ഡൺ ഫോർ യു. കീപ് ദ ബുക്സ് ഓൺ ദി ബുക്സ് റാക്ക്. ബുക്കൊക്കെ അവിടെ പുറത്താണുള്ളത്. ബുക്ക് റാക്കിൽ വെക്കാനാണ് പറയുന്നത്. ഇമാതിരി കുറച്ച് സജഷൻസ്. കീപ് ദ പില്ലോ ഓൺ ദി ബെഡ്. കീപ് ദ ബോൾ അണ്ടർ ദി കോട്ട്. പുട്ട് ദി അൺവാണ്ടഡ് തിങ്സ് ഇൻ ദി ഡസ്റ്റ്ബിൻ. കീപ് ദി ആൽമിറ ക്ലോസ്ഡ്. ആൽമിറ ക്ലോസ് ആക്കി വെക്കുക. പ്ലേസ് ദി ചെയർ ഓൺ സ്ലെറ്റ്സ്. ചെയർ നേരെ ആക്കി വെക്കുക. കീപ് ദ ഷൂസ് ഓൺ ദി ഷൂ റാക്ക്. കീപ് ദി വേസ്റ്റ് ബാസ്കറ്റ് ഇൻ എ കോർണർ. യൂസ് ദി ക്ലോസ് ഹാങ്ങർ ഓൺ ദി വാൾ. കീപ് ദി ബോൾ ആൻഡ് ബാറ്റ് ഓൺ ദി റാക്ക്. ക്ലിയർ ആണല്ലോ. ഇത്രയും സജഷൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ ഈ റൂം തീർച്ചയായിട്ടും എന്താ ഓർഡറിൽ ആയി മാറും. അപ്പോൾ കൂട്ടുകാർ
ഇത് കൃത്യമായിട്ട് എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അടുത്തത് പ്രൊജക്റ്റ് വർക്കാണ്. Given in the box below are activities usually done by children. കുട്ടികൾ സാധാരണ ചെയ്യാനും കഴിയുന്ന കുറച്ച് വർക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അലീന ഡസ് മെനി ഓഫ് ദിസ് ഹെർസെൽഫ്. അലീനക്ക് ഇത് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ബട്ട് ഷീ നീഡ്സ് the help of other parents for doing some of them. കുറച്ച് അവരുടെ പാരൻസിന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന വർക്കുകളും കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല, വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ വായിച്ചു നോക്കുക. How many of this can you do on your own? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ എത്ര വർക്കുകളുണ്ട്? For which one do you seek the help of others? മറ്റുള്ളവരെ സഹായത്തോട് ചെയ്യാൻ കഴിയുന്ന എത്ര വർക്കുകളുണ്ട്? Which of these can't you do at all? നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത എത്ര വർക്കുകളുണ്ട്? Complete table given below. താഴെയുള്ള ടേബിള് പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അതിൽ 3 കോളം I do on my own, എനിക്ക് സ്വന്തം ചെയ്യാൻ കഴിയുന്നത്. I do with others help, മറ്റുള്ള സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നത്. I can't do, എനിക്ക് ചെയ്യാൻ കഴിയാത്തത്. അത് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ: സെറ്റിംഗ് ദി സ്കൂൾ ബാഗ്, ക്ലീനിങ് ദി റൂം, ഡൂയിങ് ഹോംവർക്ക്, ഫില്ലിംഗ് ദി വാട്ടർ ബോട്ടിൽ, ടേക്കിംഗ് ബാത്ത്, ക്ലീനിങ് ചപ്പൽസ്, വാട്ടറിംഗ് പ്ലാന്റ്സ്. ഇതൊക്കെ എനിക്ക് സ്വന്തം ചെയ്യാൻ കഴിയുന്നതാണ്. I do with others help, വാഷിംഗ് ദി ഡ്രസ്, ലുക്കിംഗ് ആഫ്റ്റർ പെറ്റ്സ്, ഷോപ്പിംഗ്, വാഷിംഗ് ദി പ്ലേറ്റ് ആൻഡ് ഗ്ലാസ്, പാക്കിംഗ് ലഞ്ച് ബോക്സ്. ഇതൊക്കെ മറ്റുള്ള സഹായത്തോട് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതാണ് കുക്കിംഗ്, കട്ടിംഗ് വെജിറ്റബിൾസ്. ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ എഴുതുക. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എഴുതിയതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ എഴുതിയാൽ മതി. എന്നിട്ടാണ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഫൈൻഡിങ്സ് ചെയ്തോ. എന്താണ്? ഐ കാൻ ഡു മോസ്റ്റ് ഓഫ് തിങ്സ് ഓൺ മൈ ഓൺ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് സ്വന്തം എഴുതാൻ കഴിയുമെന്ന് എഴുതിയിട്ടുണ്ട്. ഐ കാൻ ഡു ഫ്യൂ തിങ്സ് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്. കുറച്ച് കാര്യങ്ങൾ മറ്റുള്ള സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയും. ഐ കാൻ ഡു സംതിങ് ഓൺ മൈ ഓൺ. തീരെ ചെയ്യാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളും ഈ പറഞ്ഞതിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടെത്തി 141-ാമത്തെ പേജില് മൈ പ്രൊജക്ട് വർക്ക് നിങ്ങൾ പൂർത്തിയാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇനി മൈ വേർഡ്സ്, റീഡ് ദി സെന്റൻസ് ഗിവൺ ബിലോ. ഇവിടെ നോക്കൂ. ഐ ഹേറ്റ് കോക്കോച്ച്. ദ ഗേൾ യെൽഡ് ഇൻ പെയിൻ. എ മങ്കി ഗ്രാബ്ഡ് ദ ബനാന ഫ്രം ദി ചൈൽഡ്. ദ ബോയ് വാസ് അമേസ്ഡ് അറ്റ് ദി സൈറ്റ്. ദ കിസ്ഡ് ഗ്രാൻഡ്മാസ് wrinkled cheeks. The player kicked the ball to the goal post. The old man patted the boy. She is always cheerful. Don't be rude to anyone. She noted the number on a scrap of paper. Ini examine the words underlined in each sentence. The meaning of the words are given below. Write the numbers of the sentence in the boxes provided against the meaning of the respective words. അതായത് ഇവിടെ ഉദാഹരണം ഹെയ്റ്റ് എന്നുള്ളത് അണ്ടർലൈൻ വേർഡാണ്. ഇവിടെ യെൽഡ്, ഇവിടെ ഗ്രാബ്ഡ്, ഇവിടെ അമേസ്ഡ്, ഇവിടെ റിങ്കിൾഡ്, ഇവിടെ കിക്ക്ഡ്, ഇവിടെ പാറ്റ്ഡ്, ഇവിടെ ചീർഫുൾ, ഇവിടെ റൂഡ്, ഇവിടെ സ്ക്രാപ്പ്. ഇത്രയും വേർഡ്സ് ആണ് അണ്ടർലൈൻ വേർഡ്സ് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് ഇവിടെ ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം വരുന്ന ഉദാഹരണം ഹേറ്റിന് ഒന്നെന്താ നമ്മൾ കൊടുത്തത്? ഡിസ്ലൈക്ക് വെരി മച്ച്. വെറുക്കുക എന്നുള്ളതാണ് ഹേറ്റിന്റെ അർത്ഥം. ഇവിടെ ഡിസ്ലൈക്ക് വെരി മച്ച് എന്ന് പറഞ്ഞാൽ മെയ്റ്റ് ആണ്. ഇങ്ങനെ ഷൗട്ടഡ് ലൗഡ്ലി രണ്ടാമത്തതാണ്. ഹിറ്റ് വിത്ത് ഫൂട്ട് ആറാമത്തെ. രണ്ടാമത്തത് ഇവിടെ എന്താ പറയുക? യെൽഡ് എന്നാണ് അല്ലെ, ഒച്ച ഉണ്ടാക്കുക. അതിനെന്താ പറയാ? ഷൗട്ടഡ് ലൗഡ്ലി. അപ്പൊ നിങ്ങൾ ഈ നമ്പർ നോക്കി അത് എഴുതി നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്ന വർക്ക്. ഞാൻ വീഡിയോ നീളണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. കൂട്ടുകാർ ക്ഷമിക്കണം. 142-ാമത്തെ പേജ് മൈ വേർഡ്സ് എന്ന് പറയുന്ന വർക്ക് നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുക. അവസാനം ഐ ക്യാൻ എന്ന് പറയുന്ന ഒരു വർക്കാണ്. കൂട്ടുകാരെ, ഹിയർ ആർ സം ഇവന്റ്സ് ഫ്രം ദി സ്റ്റോറി ഓഫ് അലീന. They are given in jumbled order. Arrange the events in the order of the occurred in the story and write them in the box below. ഇവിടെ നമ്മുടെ സ്റ്റോറിയിൽ, അലീനയുടെ സ്റ്റോറി എന്ന് പറഞ്ഞ കുറേ വേർഡ്സുകൾ, കുറേ സെന്റൻസുകൾ ജംബിൾഡ് സെന്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് താഴെ അത് അറേഞ്ച് ചെയ്യണം. നടന്ന് ഓരോ സംഭവം ഇവന്റ്സുകളായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യണം. അതിലിവിടെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെയാണ്: അലീന ലൈക്ക്ഡ് സ്കിപ്പിംഗ്, അലീന ഹേറ്റഡ് homework, അലീന and Elf became friends, Elf began to do Alina's homework, Alina referred to the dictionary, she looked up the word and spelled it, Alina worked harder than ever, they stayed up late at night, Alina went to the library, Alina read a lot to help the elf, Alina got a grade in all subjects. ഇതൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. കൂട്ടുകാരത് വായിച്ച് കണ്ടെത്തി ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. കൂട്ടുകാരെ, ഇന്നത്തെ ഹൂ ഡിഡ് അലീന ഹോംവർക്ക് എന്ന് പറയുന്ന പാഠത്തിൽ ഒരുപാട് വർക്കുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയത്. വീഡിയോയുടെ ലെങ്ത് കൂടിയാൽ നിങ്ങൾക്കും പ്രയാസമാകും. കൂട്ടുകാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നിങ്ങൾ സാവധാനം ഈ വീഡിയോ കേട്ട് ഈ വർക്കുകളൊക്കെ പൂർത്തിയാക്കി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം.
നമ്മൾ ഈ പാഠം ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇനി പുതിയ പാഠമായിരിക്കും. നമുക്ക് പുതിയ വർക്കുമായി നമുക്ക് വീണ്ടും കാണാം.